അനധികൃതമായി ടാറ്റു പാർലർ നടത്തിയതിനും യാതൊരു സുരക്ഷയുമില്ലാതെ നാവ് പുലർത്തലടക്കമുള്ള ബോഡി മോഡിഫിക്കേഷൻ നടത്തിയതിനും ടാറ്റു ആർട്ടിസ്റ്റ് ഉൾപ്പെടെ 2 പേരെ പോലീസ് പിടികൂടിയത് വലിയ വാർത്തയായിരുന്നു. ഇതിനു പിന്നാലെ അങ്ങേയറ്റം ഭീകരമെന്ന് തോന്നാവുന്ന മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന മോഡിഫിക്കേഷനിലേക്കും വിമർശനങ്ങളും ചർച്ചകളുമൊക്കെ എത്തി നിൽക്കുകയാണ്. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ ഏലിയൻ ഈമോ എന്ന ടാറ്റു പാർലർ അനധികൃതമായി നടത്തി വന്നിരുന്ന ഹരിഹരൻ, ഇയാളുടെ കൂട്ടാളി ജയരാമൻ എന്നിവരാണ് പോലീസ് പിടിയിലായത്. ഹരിഹരന്റെ ടാറ്റു പാർലറും പോലീസ് പൂട്ടിച്ചിരുന്നു. മോഡിഫിക്കേഷൻ കൾച്ചർ എന്ന് വിശേഷിപ്പിച്ച് ഒട്ടേറെ യുവാക്കൾ ഇവിടെ നാവ് പുലർത്തലിന് വിധേയരായി എന്ന് പോലീസ് സംശയിക്കുന്നു. 2 ലക്ഷം രൂപ വരെയാണ് ഇത്തരത്തിൽ നാവ് പുലർത്തലിന് ഫീസായി വാങ്ങിയിരുന്നത്. ശസ്ത്രക്രിയയ്ക്ക് സമാനമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയാണ് ഇവർ നാവ് പുലർത്തൽ നടത്തിയിരുന്നത്. ഇതിന്റെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. ഇത് സംബന്ധിച്ച് പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. എത്ര ആളുകൾക്ക് ഇവർ നാവ് പുലർത്തൽ നടത്തിയിട്ടുണ്ടെന്ന് സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തുകയാണ്. സംഭവത്തിൽ തമിഴ്നാട് ആരോഗ്യ വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ 1.5 ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള യുവാവ് സ്വന്തം നാക്ക് പുലർത്തി കളർ ചെയ്ത് കണ്ണിൽ ടാറ്റു ഉൾപ്പെടെ ചെയ്ത് ശരീരം മുഴുവനും വിവിധ ടാറ്റുകളൊക്കെയുമായി തൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് പോലെ ഒരു അന്യഗ്രഹ ജീവിയെ പോലെ തോന്നും വിധമാണ് ശരീരം രൂപമാറ്റം വരുത്തിയിരിക്കുന്നത്. ഒരാഴ്ച മുൻപ് തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത നാവ് മുറിക്കൽ വീഡിയോയാണ് ഹരിഹരന് വിനയായത്. പാമ്പിൻ്റെയും സിംഹത്തിൻ്റെയും ഒക്കെ പോലെ നാവിൻ്റെ ഘടന ചെയ്തു നൽകാമെന്ന് പറഞ്ഞാണ് ഒട്ടേറെ ആളുകളെ ഇയാൾ ഈ ഒരു സെൻറ്ററിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു നാവ് പുലർത്തൽ മോഡിഫിക്കേഷൻ നടത്തിയിരുന്നത്. ടാറ്റു ആർട്ടിസ്റ്റായ ഹരിഹരൻ കഴിഞ്ഞ ജനുവരിയിൽ സ്വന്തം നാവ് 2ആയി പുലർത്തി വൈറലായിരുന്നു. പിന്നാലെ മുംബൈയിൽ പോയി 2 ലക്ഷം രൂപ മുടക്കി ഐ ടാറ്റുവും ചെയ്തു. തിരുച്ചിറപ്പള്ളിയിൽ ഹരിഹരൻ നടത്തിയിരുന്ന ടാറ്റു പാർലറിൽ ഇയാൾ ടാറ്റു ചെയ്തു നൽകിയിരുന്നു. ഇതിനൊപ്പമാണ് അപകടകരമായ രീതിയിൽ നാവ് പുലർത്തലടക്കമുള്ള ബോഡി മോഡിഫിക്കേഷനും നടത്തിയിരുന്നത്. ഒരു സുരക്ഷാ മുൻകരുതലോ മെഡിക്കൽ സന്നാഹങ്ങളോ ഇല്ലാതെയായിരുന്നു ഹരിഹരന്റെ ഈ റിസ്കി ഓപ്പറേഷൻ. ഇതിന്റെ വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. ലൈസൻസോ മതിയായ രേഖകളോ ഇല്ലാതെയാണ് ഹരിഹരൻ ടാറ്റു പാർലർ നടത്തിയത് എന്നും മെഡിക്കൽ പരിശീലനം ഇല്ലാതെയാണ് നാവ് പുലർത്തലടക്കമുള്ള ബോഡി മോഡിഫിക്കേഷൻ പ്രവൃത്തികൾ ഇയാൾ ചെയ്തിരുന്നതെന്നും പോലീസ് പറയുന്നു. ടാറ്റു സെന്ററിന്റെ മറവിൽ നിരവധി പേർക്ക് ഇയാൾ ഇത്തരത്തിലുള്ള മോഡിഫിക്കേഷനുകൾ ചെയ്തു നൽകിയിട്ടുണ്ടെന്നാണ് സൂചന. ഇത്തരം സ്ഥാപനങ്ങൾ ലൈസൻസ് ഇല്ലാതെയാണ് പലയിടങ്ങളിലും പ്രവർത്തിച്ചു വരുന്നതെന്നും പോലീസ് പരിശോധനയിൽ വ്യക്തമാകുന്നുണ്ട്. അമേരിക്കയിലും യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും നാവ് പുലർത്തൽ നടക്കാറുണ്ട്. ഈയടുത്ത് പല രാജ്യങ്ങളിലും ഇത് നിരോധിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും പോലീസിനൊപ്പം ഈ ഒരു കേസിൽ ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക സംഘവും നിലവിൽ കേസ് അന്വേഷിക്കുന്നുണ്ട്. നിരവധി സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സ്വകാര്യ ഭാഗങ്ങളിലും ഇയാൾ ടാറ്റു ചെയ്തിട്ടുണ്ട്. 8,000 മുതൽ 4 ലക്ഷം വരെയാണ് ഓരോ ടാറ്റുവിനും ഫീസായി ഈടാക്കിയിരുന്നത്. ഒരു മാസം ഏകദേശം 3 ലക്ഷം രൂപയാണ് ഹരിഹരൻ സമ്പാദിക്കുന്നതെന്നാണ് സിറ്റി ഹെൽത്ത് ഓഫീസർ ഡോക്ടർ എം വിജയചന്ദ്രൻ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.